പച്ചാപ്പിള് തിന്നാൻ കൊള്ളാം. കിലോ 10 ദിർഹം. നാട്ടിലെ 120 രൂപയേ ഉള്ളൂ. വേണ്ടേ? 6 ദിർഹം 50 ഫിൽസ്. നാട്ടിൽ 75 രൂപയേ ഉള്ളൂ. പക്ഷെ പാചകം ചെയ്യാൻ സ്ഥലമല്ലല്ലോ. നമുക്ക് ഇതിനേക്കാൾ വില കുറവും വാങ്ങിയ ഉടനെ തിന്നാൻ പറ്റുന്നതായ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നോക്കാം. അയ്യോ ദാ ഇരിക്കണേ, കിട്ടി. കുബൂസ്. ഇത് തൈര്. രണ്ടും കൂടെ 2 ദിർഹം. നാട്ടിൽ 24 രൂപയേ ഉള്ളൂ. ഇതെങ്കിലും ഓക്കെ. നാളെ മുതൽ റംസാൻ നോമ്പ് തുടങ്ങിയാണ്. പിന്നെ പകല് പബ്ലിക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇവിടെ കൊതുക് അധികം ഇല്ലാത്തത് കൊണ്ട് പാർക്കിൽ നല്ല സുഖമായിട്ട് കിടക്കാല്ലേ? കിടക്കാം. പക്ഷെ ഈ വാങ്ങിയ ഭക്ഷണം വേസ്റ്റ് ആവില്ലേ? അതെന്ത്? അവിടെ കിടക്കുമ്പോൾ പോലീസുകാരെടുത്തോണ്ട് പോകും. പിന്നെയുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവരല്ലേ നോക്കുന്നത്. ഒന്ന് പിടിച്ചേ. അവിടെയാണ് ബില്ലടക്കേണ്ടത്. ചെല്ലു. അയ്യോ, കൈ എന്താ പറ്റിയത്? യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? യു ഫോൾ, ഐ മോർണിംഗ് ഫോൾ, വെരി പെയിൻ. നല്ല വേദനയുണ്ടോ എന്ന് ചോദിക്കുമായേ. ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ പേടിക്കാനൊന്നും ഇല്ലാന്ന്. പിന്നെ എന്തിനാ ഇത്ര ടെൻഷൻ? ചൈനക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. അപ്പോ ഇതൊരു ഇന്റർനാഷണൽ ആശങ്കയാണല്ലേ? ഈ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഇത്ര ബന്ധമുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. എന്ത് സ്വപ്നം? അത് വേറൊരു സ്വപ്നം. ഈ വിവരം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് പോരേണ്ടി വന്നതുകൊണ്ട് ഒന്നും വാങ്ങാൻ പറ്റിയില്ല. എന്ത് വാങ്ങാൻ? അല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതൊക്കെയല്ലേ അതിന്റെ മര്യാദ. ഞാൻ പോയി കുറച്ച് ആപ്പിൾ ഓറഞ്ചോ കൊണ്ടുവരാം. അയ്യോ, ഒന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. എന്നിട്ട് മുകുന്ദേട്ടൻ വാങ്ങിച്ചെന്നാ പറയാം. അതായാലും മതി. ഈ നാട്ടിൽ നിന്ന് വേലം വൈദ്യരുടെ പഞ്ചജീരക ഗുണം വരുത്തിച്ചു കൊടുത്താലോ? എന്താ ഉദ്ദേശം? പഞ്ചജീരക ഗുണം വളരെ നല്ലതാണ് ഒടിവിനും ചതവിനും. അതല്ല ഞാൻ ചോദിച്ചത്. വരണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിക്കതച്ച് വന്നത് എന്തിന്? അത് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, ഞാൻ പറഞ്ഞോളാം. ഞാൻ ആപ്പിൾ വാങ്ങിയിട്ട് വരട്ടെ. മുകുന്ദേട്ടൻ